പറമ്പിൽ വല്ല കപ്പ കളയ്ക്കാൻ വേണ്ടി പോയാൽ മതിയായിരുന്നു. യൂണിഫോം ഇട്ടുകൊണ്ട് വെയിലും കൊണ്ട് നടക്കുക. സ്റ്റേഷനിൽ ഒരു പേട്ട് ജീപ്പുണ്ട്, അതിനകത്ത് എന്ന് കാലെടുത്ത് കുത്തിയോ അന്നെല്ലാം പെരുവഴി കിടക്കാൻ അതിന്റെ രോഗം. അല്ല സാറേ, നമ്മുടെ ഈ സർക്കാർ വണ്ടി മാത്രം എപ്പോഴും ഇങ്ങനെ കംപ്ലൈന്റ് ആണ്. എടി സർക്കാരിന് നമ്മുടെ കാര്യത്തിലല്ലല്ലോ. സർക്കാരിന് കരക്കാരുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ ലൈറ്റ് പറിച്ച് കളയുക, സ്റ്റിക്കർ പറിച്ച് കളയുക, വെള്ളം പെയിന്റ് അടിക്കുക, ഇതൊക്കെ അവരുടെ ഏറ്റവും വലിയ പരിപാടി. സാറേ, എനിക്കൊരു സംശയം. ഈ വെള്ള പെയിന്റ് അടിക്കുന്നതൊക്കെ അതിന്റെ നടുക്കൂടെ എന്തിനാ സാറേ ഈ നീല വര? അത് ഈ വെള്ള പെയിന്റ് മാത്രം ഇങ്ങനെ അടിച്ചു വെച്ചപ്പോഴത്തേക്ക് ഈ പിള്ളേര് തുണിയില്ലാതെ നിൽക്കുന്ന ഒരു ഫീല്. ആ നീല വര ഇങ്ങനെ കിടക്കാൻ നേരത്തെ അരിഞ്ഞാലും കിട്ടിയിട്ട് ഒരു പകിട്ടില്ലേ, അതാ അത്. നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, വെള്ളം വയറ്റിലോട്ട് പോകണ്ടേ. 10 വണ്ടി പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈസ ഉണ്ടാക്കണം നമുക്ക്. സാറേ, ഒരര വരുന്നുണ്ട്. ഇത് എന്നതാണ് ഇത്? മനുഷ്യനാണോടാ നീയൊക്കെ? നിന്റെ തലനല്ല കൂടോത്രം ചെയ്ത് വെച്ചോളൂ. ഇതല്ല നിന്റെ തലയിലിരിക്കുന്നത്. എന്നാ ഷെയ്പ്പാണ് ഇത്? ഋഷിസിംഗിൽ ഇപ്പൊ കൊച്ചിയാണ് താമസിക്കുന്നത്. അവന്റെ മുഖത്ത് പറയാൻ ഇല്ലും കട്ടണവും. ഇതെന്നാണ് ഇത്? പട്ടി അടിച്ചു നിന്നെയൊക്കെ? നല്ല ചേലുണ്ട് കേട്ടോ, നല്ല രസമായി. എങ്ങനെയാ പെരക്കാത്ത കിടന്ന് ഉറങ്ങുന്നതാ? സ്റ്റൈലാണ് സാർ, സ്റ്റൈലാണ് സാർ. അയ്യ, സ്റ്റൈലാണല്ലേ സ്റ്റൈല്. ഇങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞത്. ഒട്ടി ഒട്ടിയാ നിൽക്കുള്ളൂ, അങ്ങോട്ട് മാറിക്കണം. എടാ, ഒട്ടി ഒട്ടി നിൽക്കാതെ ഒരുത്തർ ഇങ്ങോട്ട് മാറി നിൽക്കാനല്ലോ പറഞ്ഞു. എത്ര പറഞ്ഞാലും മാറത്തില്ല സാർ. ഞങ്ങള് പാർട്ട്ണർഷിപ്പാണ്. പാർട്ട്ണർഷിപ്പോ? എന്തിന്റെ പാർട്ട്ണർഷിപ്പ്? ഒരു പേടി രണ്ടാട്ടാ വലിക്കുന്നത്. സാറേ, ഇവരല്ലേ കഴിഞ്ഞ ദിവസം നമ്മള് കൈ കാണിച്ചിട്ട് വണ്ടി നിർത്താതെ പോയത്? ഉടുപ്പല്ലേ എപ്പോഴും മാറിയിട്ടില്ല. കേരള പോലീസ് കൈ കാണിച്ചാൽ നിങ്ങളെ വണ്ടി നിർത്താൻ മേലത്തെ കാര്യമാണോ സാർ? അത് മനഃപൂർവ്വം നിർത്തായിരുന്നല്ലോ സാറേ. അത് അന്നത്തെ ദിവസം ഇവന്റെ അച്ഛൻ ഡെപ്തായ ദിവസമായിരുന്നു. മരിക്കുന്നതിന് ഇവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാ എനിക്ക് എന്റെ അച്ഛനെ പോലെ ആയിരുന്നു. നിന്റെ അച്ഛൻ അറിയാമായിരുന്നു? ഇല്ല, അറിയത്തില്ല. അല്ല, ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ ഞായറാഴ്ച ഞങ്ങൾ പാർട്ടി കൂടില്ല ബ്രോ. അത് നമ്മൾ ഇന്ന ബ്രാഞ്ച് തന്നെ അടിക്കണമെന്നില്ല, എല്ലാ ബ്രാഞ്ചും അടിക്കും. കുറഞ്ഞ ബ്രാഞ്ചും അടിക്കും, കൂടിയ ബ്രാഞ്ചും അടിക്കും. ചെറിയൊരു ബ്രാഞ്ച് എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങളിവിടെ ടെറസിന്റെ മണ്ടയില് മറ്റേ ഒരു കുപ്പി ക്രിമിനൽ വാട്ടറും 3 ഡിസ്പെൻസറി ഗ്ലാസും വെച്ച് അരിയെ കൊണ്ട് തുടങ്ങുക. മിനറൽ വാട്ടറും ഡിസ്പോസിബിൾ ഗ്ലാസും. ആദ്യത്തെ ഇപ്പൊ കടിച്ചപ്പോ ഇവർ അച്ഛൻ്റെ ഒരു നെഞ്ചുവേദന വന്നപ്പോ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ JCB എടുക്കണമെന്ന് പറഞ്ഞായിരുന്നേ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ എടുക്കുമല്ലോ. ECG എടുത്തപ്പോഴാണ് പറഞ്ഞത് അതില് വേലിയേറ്റം ഉണ്ടെന്ന്. ജീപ്പ് എടുക്കാൻ പറ്റാ പെട്രോൾ എങ്കിലും എടുത്തോണ്ട് എന്റെ ദേഹത്ത് ഒഴിച്ചങ്ങ് കത്തിച്ച് കളാം. പക്ഷെ ഇപ്പൊ അവസാനം പറഞ്ഞത് സൈലൻസർ അറ്റാക്ക് ആയിരുന്നു സാറേ. അച്ഛന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞത് ഈ കാലില് വെരിഫിക്കേഷൻ വെയിന്റെ അസുഖം ഉണ്ടായിരുന്നേ. പക്ഷെ എന്തായാലും അച്ഛൻ പോയി. എന്റെ അച്ഛന് ഞങ്ങൾ ഒരുപാട് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. നിന്റെ പേരെന്തുവാ? പേര് പറയാൻ ചെവിയില് കുടുങ്ങിട്ട് കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു പാവത്തിന്. എന്തുവാ നിന്റെ പേര്? ക്ലോഡിയേഷൻ. എന്നാ ക്ലോഡിയേഷൻ സാർ? ആ പേരൊന്ന് നോട്ട് ചെയ്തേ. എന്തിനാ സാറേ? ഞങ്ങളുടെ വീട്ടിലെ പൂച്ച ഒരെണ്ണം വന്ന് കേട്ടോ അതിനിടാൻ വേണ്ടിട്ടാ. ഞങ്ങൾ വെല്ലുവിളിക്കാൻ പെട്ടെന്ന് പറയാനും പറ്റും, ഓർമ്മശക്തി ഇല്ലാത്തോണ്ട്. നിനക്കെന്റെ പണി എന്നാ? അത് പറ, നിനക്കെന്റെ പണി? നീ സ്കൂബ ഡൈവിംഗ് സാറേ. അങ്ങനെ പറ അങ്ങോട്ട്. ഹലോ. ഇല്ല, നിന്റെ അമ്മൂമ്മയുടെ 16. നിന്റെ അമ്മൂമ്മയുടെ 16. നിന്റെ അമ്മൂമ്മയുടെ 16. അല്ല സാറേ, എന്റെ അമ്മൂമ്മ അവന്റെ അമ്മൂമ്മയുടെ ആശുപത്രി പോയി സാറേ. ടോക്കൺ നമ്പർ എന്റെ അമ്മൂമ്മയുടെ 16 അവന്റെ അമ്മൂമ്മയുടെ 16 തിരിച്ചറിയാൻ വയ്യ സാറേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക സാറേ. നിന്റെ അമ്മൂമ്മയുടെ 16 മതി നിർത്താല്ല. നിന്റെ അമ്മൂമ്മയുടെ 16 നിന്നെ ഞാൻ ഇവിടുന്ന് വിടത്തില്ല. മിണ്ടി പോയതോടെ ഇവന്മാരെ കണ്ടിട്ട് കുളിയും നനയുള്ള വീട്ടിലൊന്നും അല്ലെന്ന് തോന്നുന്നു. ആദ്യം കുളിക്കാൻ നടക്കുകയും ചെയ്തിട്ട് ഇച്ചിരി വൃത്തിക്ക് നടക്കണം. ഈ മുടിയൊക്കെ വെട്ടിക്കളത്തി വൃത്തിക്ക് നടക്കുക. ആക്ഷേപിക്കരുത് സാറേ. കുളിക്കാൻ പറഞ്ഞതിനകത്ത് തരാൻ എന്റെ ആക്ഷേപം. കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ കഷണ്ടി വരത്തില്ല. അത് പുതിയൊരു അറിവാണല്ലോ. കുളിക്കാതിരുന്ന് ഞാൻ കഷണ്ടി വരുവാണെന്നുള്ളത്. സാറേ, ഈ കുളിക്കാത്ത നനയ്ക്കാത്ത പിച്ചക്കാരന്മാരെ സാറ് കണ്ടിട്ടുണ്ടോ? റോട്ടി ഏതെങ്കിലും കഷണ്ടിയുള്ള പിച്ചക്കാരെ കണ്ടിട്ടുണ്ടോ? അത് കറക്റ്റാ. നീയൊക്കെ വെള്ളം വന്നോടാ. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടില്ല. സാർ അടിച്ചിട്ടുണ്ടോ? പച്ചയാണ്. ഞാൻ 100 ഇടാം. എന്റെ 150 ഉണ്ടെന്ന് തോന്നുന്നു. നീ കേരള പോലീസിൽ ചേരട്ടടിക്കാൻ
വേണ്ടി നിൽക്കുവാണ് നീ ഗ്രിഗറി വയസ്സ് എത്ര തോന്നിക്കും? സാറേ എത്ര തോന്നണം? ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്ക്. എന്നാലും എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ ഒരു ലുക്കും ഒരു കളറും അതൊക്കെ വെച്ചിട്ട് എത്ര പിടിക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത് നമ്മൾ എത്രമാത്രം നിങ്ങൾക്ക് തരണമായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാമോ? ഇതാ ഗസ് ചെയ്യാമോ? ബ്രോ ബ്രോ ശരിക്കല്ല അളവ് ഇരിക്കുമ്പോ എന്റെ കീഴി വന്നിരുന്ന ബ്രോ ബ്രോ എന്ന് വിളിക്കല്ലേ. നീ ശരിക്കും പേര് പറഞ്ഞേ. ഗ്രിഗറി. വയസ്സ് പറഞ്ഞേ. 28 ഞാൻ 23. വെള്ളപ്പം പറഞ്ഞോ. നേരം വെളുക്കുന്നോളം വരെ ഇവിടെ ഇരുന്നോണ്ട് എഴുതണം. ഇനി മേലിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആരോടും ഇംഗ്ലീഷ് പറയില്ല. 100 പ്രാവശ്യം എഴുതും. പിടി ഒരെണ്ണം എഴുതിയിട്ട് ബാക്കി ഫോട്ടോ സ്റ്റാച്ചു കൊടുത്താലോ? സ്റ്റാച്ചു മിഷൻ ഞാൻ അങ്ങ് ചവിട്ടി ഞാൻ പൊട്ടിക്കും. മൊത്തം ഇരുന്ന് എഴുതാൻ അവിടെ ഇരുന്നോണ്ട് പോയി നന്നായിട്ട് എഴുതി ബ്രോ. പരീക്ഷയാണ്. ഞാൻ നല്ല മാർക്കോട് കൂടി ഡിസ്റ്റൻസ് മേടിച്ചോണ്ട് വരാം. അപ്പൊ സാറേ ഞാനങ്ങ് സ്കൂട്ടായിക്കോട്ടെ സാറേ. ഈ സ്കൂട്ടാവുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ സാറേ? നമ്മളൊരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. അതല്ലേ? നിങ്ങൾ രണ്ടുപേരും വന്ന വഴിക്ക് നിങ്ങൾ ഹെൽമെറ്റ് വെച്ചായിരുന്നോ? ഇല്ല സാറേ, വെച്ചില്ല. ഇപ്പൊ ഓടിക്കുന്നവൻ ഹെൽമെറ്റ് വെക്കണം എന്നുള്ളത് ഏറ്റവും വലിയൊരു നിയമമാണ്. അപ്പൊ അവൻ വെക്കേണ്ട സ്ഥാനത്ത് നീയെങ്കിലും അവനെ ഓർമ്മിപ്പിക്കണ്ടേ? ആണോ? വേണം സാറേ. അപ്പം ഇവൻ ബൈക്കിലോട്ട് കയറുമ്പം നീ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞേച്ച് അവന് ഹെൽമെറ്റ് കൊണ്ട് കൊടുക്കുന്നതായിട്ട് എന്നെ ഇവിടെ കാണിച്ചു തരണം. ഞാൻ ഉദാഹരണം ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ. കോപ്പാല എവിടെ പോകുന്നു? ഈ ഹെൽമെറ്റുമായിട്ട് പോകൂ. നേരെ വരുന്നു, ബൈക്കിൽ കയറുന്നു, ഹെൽമെറ്റ് വെക്കുന്നു, ഇങ്ങനെ 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 പോകണം. കാണിക്കണേ. നേരം വെളുക്കുന്നോടെ വരെ അവിടെ നിന്ന് കാണിച്ചോണം. സാറക്കെന്ത് സാർ ഇങ്ങനെ വഴി നിൽക്കുന്നത്? എന്റെ നാവേ ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഒരു പേട്ട് ജീപ്പുണ്ട്. നിനക്ക് വേറെ പണിവല്ല അറിയോ? എനിക്കാ? ഞാൻ വെഡിങ് വർക്ക്ഷോപ്പിലൊക്കെ ഇന്നല്ലേ. വെഡിങ് വർക്ക്ഷോപ്പിൽ. വെഡിങ് വർക്ക്ഷോപ്പ് അല്ല, ബിൽഡിംഗ് വർക്ക്ഷോപ്പ്. പോലെ രണ്ടും കൂട്ടിച്ചേർക്കലാണല്ലോ. പിന്നെ പൊട്ടലും ചീറ്റലും തീയും. ശരി. അപ്പൊ വണ്ടി ഇത് കേടായിട്ട് അവിടെ കിടക്കുന്നത് എനിക്കറിയാം. ഞാൻ വർക്ക്ഷോപ്പിൽ ഇന്നല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നേരെ അവിടെ ചെല്ലുക. ഒരു മരത്തിന്റെ ചോട്ടിൽ 4 ചക്രത്തിന്റെ മേളിൽ കുറച്ച് പാട്ട കൂട്ടിയിട്ടുണ്ട്. പോലീസ് ജീപ്പ് എന്ന ആ പേര്. ആ സാധനം ഒന്ന് നന്നാക്കണം. ഓടി ചെല്ലു പോ. അതെ, പെട്ടിന്ന് ഒഴിവാക്കണം ബ്രോ. നീ ചെല്ലടാ. നീ അത് വണ്ടി നന്നാക്കി ചെല്ലു പോ. അതൊക്കെ റെഡിയാക്കുന്നത്. അപ്പോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. നിർത്ത്. വാ 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 ഇറങ്ങ്. ഋഷിസിംഗം കാണിക്കുന്ന കാട്ടായം കണ്ടോടാ. കാണിക്കണം. സാറേ എന്നെ നോക്കി അനാവശ്യം കാണിച്ചു സാറേ. ഞാൻ വേറൊന്നും കാണിച്ചില്ല സാറേ. ഞാൻ ഇങ്ങനെ കാണിച്ചതാണ് സാറേ. അതെന്നാന്നറിയോ? അത് അവൻ ആവശ്യമായിട്ടുള്ള ഒരു സാധനം കാണിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ കണ്ടിന്യൂ കേട്ടോ. അതെ, ഫോൺ വിളിച്ചോണ്ട് വണ്ടിയിൽ വരുമായിരുന്നു. നല്ല പരിപാടിയാണല്ലോ. ഫോൺ വിളിച്ചോണ്ട് വണ്ടിയെ വരിക. അയ്യോ സാറേ, ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, എനിക്ക് ഇങ്ങോട്ട് കോള് വന്നതാ. അത് ശരി. അപ്പൊ അവനുള്ള പറ്റി എന്റെ മക്കളെ അടച്ചാൽ മതി കേട്ടോ. സാറേ കയ്യില് കാശൊന്നുമില്ല. എനിക്കൊരു കാര്യം ചെയ്യും. ഗൂഗിൾ പേ ഉണ്ടോ? ഉണ്ട് സാർ. അന്ന് എന്റെ നമ്പർ തരാം. എന്റെ ഗൂഗിൾ പേ ഞാൻ കൊണ്ട് അടച്ചാലും മതിയല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ അലക്കൊള്ളത്തി മീൻ പിടിക്കുവാണോ? സാറേ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ കണ്ടിട്ടുണ്ട്? ഇവരെ എപ്പോഴും പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോണായിരുന്നു. ദിവസം 2-3 തവണ പോവാറുണ്ട്. ഇരുന്നുകാർ കുറെ കാണൂല. അതുകൊണ്ട് എനിക്ക് എന്നും പച്ചക്കറി മേടിക്കുന്നത്. പച്ചക്കറി വാങ്ങിച്ചോ? വാങ്ങിച്ചു മാഡം. നല്ല ഇതെന്റെ ആന്ധ്ര ചീര കിട്ടിയിട്ടുണ്ട്. അയ്യോ ആന്ധ്ര സാറേ, ചീര ബ്ലഡ് വെക്കാൻ ഇത്ര നല്ല സാധനം വേറെ ഇല്ല. സാറ് നല്ല ഫ്രഷ് ചീര സാറേ. വീട്ടിലേക്കുള്ള സാധനങ്ങൾ. അയ്യോ വേറെ ഒന്നുമില്ല സാറേ. വെളിച്ചെണ്ണ ഉണ്ട് സാറേ. സാറേ വെളിച്ചെണ്ണ. പിന്നെ ഉള്ളത് മാവൊക്കെയാണ്. സാറേ പഞ്ചസാര ഉണ്ട്, ഗോതമ്പൊടി ഉണ്ട്, അരിപ്പൊടിയൊക്കെയാണ്. വേറെ ഒന്നുമില്ല സാറേ. അങ്ങോട്ട് ഇട്ടേക്കട്ടെ. അത് ഒരു അരിപ്പൊടി. അരിപ്പൊടിയല്ല, ഇത് ബ്രൗൺ ഷുഗർ. ഇത് കഞ്ചാവിന്റെ റൈവ് എടുത്തോണ്ട് വന്നേച്ച് അവളെ പോണേ ജീപ്പേ കയറി മടി വണ്ടി ഒക്കെ ആയിട്ടുണ്ട്. നീ അറിഞ്ഞോ? നീ ഒരു സംഭവം അറിഞ്ഞോ? എടാ ഇവിടെ ഒരു പെങ്കൊച്ചു വന്നില്ല ഇച്ചിരി മുമ്പേ. അവിടെ ഇത്ര മാന്യമായിട്ട് വന്നിട്ട് അവിടെ കയ്യിലിരുന്ന് എന്നാന്നറിയോ? ബ്രൗൺ ഷുഗർ, ചരസ്, കഞ്ചാവ് എന്ന് വേണ്ട സകല തവണ പിടിച്ച് ഞാൻ കയറ്റിയാലോ. സാറേ ഞങ്ങളെപ്പോലുള്ള ലുക്കുള്ള സാറ് പറയുമല്ലോ ഞങ്ങളൊക്കെ കഞ്ചാവാണെന്ന്. സാറേ കഞ്ചാവ് അടിക്കുന്ന ഇങ്ങനെ നടക്കണമെന്നൊന്നുമില്ല. ഏത് ലുക്കിലും വരും അല്ലേ? ഞങ്ങളൊക്കെയാണ് സാറേ മാന്യന്മാര്. നീ കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? ഒരു കാര്യം ചെയ്യ്, രണ്ടുകൂടെ നേരെ സ്റ്റേഷനിലോട്ട് പോരും. സാർ വണ്ടി നന്നാക്കിയല്ലോ സാർ. പ്ലീസ് സാർ. വണ്ടി നന്നാക്കിയല്ലോ കഥ ഇരിക്കുന്നത്. നീയൊക്കെ വണ്ടി ഓടിച്ചപ്പോ ലൈസൻസ് ഇട്ടോണ്ടാണ് വണ്ടി ഓടിച്ചതാ? അല്ല. അപ്പൊ ലൈസൻസ് ഉള്ള ആരെങ്കിലും വരുവാണെങ്കിൽ നിന്റെയൊക്കെ വണ്ടിയും തരും, നിന്നെയൊക്കെ ഞാൻ സ്റ്റേഷനിൽ ഇറക്കി വിടാം. മര്യാദയ്ക്ക് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ജാമ്യം എടുത്തിട്ട് നിനക്കൊക്കെ പോവാം. ഹലോ ബ്രോ, സുരേഷ് ബ്രോ ആണോ? ബ്രോ നമ്മുടെ രാജീവിനെ വിളിച്ചോണ്ട് സ്റ്റേഷനിലോട്ടൊന്ന് വരൂ. നമ്മുടെ സ്റ്റേഷനില്. ഓക്കെ
നമ്മളെ പോലീസ് പിടിച്ച് പണ്ട് സീനായിട്ടിരിക്കുന്നു. ഓക്കെ, ഒന്ന് രക്ഷപ്പെടുത്ത്. പിന്നെ കൂട്ടൊക്കെയാണോ വന്ന് കയറുന്നത്? അയ്യോ, ഞങ്ങളെ കൂട്ടൊന്നും അല്ല. മുടിയൊക്കെ അല്ല, പറ്റ വെട്ടി നല്ല ആൾക്കാരല്ലേ. ആ, നിനക്ക് എന്നെ പരിപാടി എന്തുവാ? എന്ന പരിപാടി ഇതാ. ഞാനിപ്പോ വിളിച്ച 2 കൂട്ടുകാരും പട്ടാളത്തിലുള്ളവരാ. പട്ടാളക്കാരോ? സ്റ്റേഷനിലോട്ട് വരും. കറക്റ്റ് സമയത്താ. ഒന്നു ഞാൻ നിന്റെ പെറ്റി വേണേ ഞാൻ അടച്ചോളാം. എല്ലാം ഒന്ന് അടങ്ങി തീരുന്നോടം വരെ ഒരു പട്ടാളക്കാരനെ ഞങ്ങളുടെ ചേട്ടന്റെ വാതിക്കെ കൊണ്ട് നിർത്തല്ലേ.